ഇ പോസ് തകരാറിലായതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം താറുമാറായി. ഒട്ടുമിക്ക ജില്ലകളിലും റേഷൻ വിതരണം തടസ്സപ്പെട്ടു. ഇ പോസ് മെഷീനിലെ സെർവർ തകരാറാണ് വിതരണത്തിന് തടസ്സമാകുന്നത്. ഷിജോ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. ഷിജോ, കാര്യമായ പ്രശ്നമായോ? നിഷാദ, കാര്യമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. സംസ്ഥാനത്തെ റേഷൻ പൊതുവിതരണ രംഗം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. അതിനിടയിലാണ് ഈ വർഷം 2025 ജനുവരി മാസം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഇ പോസ് പലതരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പലതരത്തിൽ ഇത് സാങ്കേതിക തകരാറ് മൂലം ഓരോ ദിവസവും കൃത്യമായിട്ട് റേഷൻ വിതരണം സുഗമമായി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഈ 2025 ജനുവരി 13, 14 കഴിയുന്നതേ ഉള്ളൂ, പകുതി പോലും ആകുന്നില്ല. അതിനിടയ്ക്ക് ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണയാണ് പലയിടങ്ങളിലായിട്ട് ഇ പോസ് മെഷീൻ തകരാറിലാകുന്നത്. അതുമാത്രവുമല്ല, ഈ മാസം ജനുവരി 1 തൊട്ട് റേഷൻ വാതിൽപ്പടി വിതരണക്കാർ സമരത്തിലുമാണ്. റേഷൻ കടകളിൽ ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങളുമില്ല. ഈ മാസം 27-ാം തീയതി മുതൽ റേഷൻ കട വ്യാപാരികൾ അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിട്ട് സമരം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമാനതകളില്ലാത്ത വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ റേഷൻ പൊതുവിതരണ രംഗം കടന്നു പോകുന്നത്. അതിനിടയിലാണ് റേഷൻ കടകളിലുള്ള സാധനങ്ങൾ പോലും, അരി അടക്കമുള്ള ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനായിട്ട് ഗുണഭോക്താക്കൾ കടകളിലേക്ക് എത്തുമ്പോൾ അവർക്കത് വാങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇ പോസ് മെഷീനിലെ സാങ്കേതിക തകരാർ, സെർവർ തകരാറിലായതാണ് ഇതിന് കാരണമെന്നുള്ളതാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികളെ ഇപ്പോൾ ഐ ടി സെൽ അറിയിച്ചിട്ടുള്ളത്. ഐ ടി സെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈദരാബാദ് NICയും ഐ ടി സെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ചെയ്തു വരുന്നു എന്നുള്ള കാര്യമാണ് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. എന്തായാലും ഒന്ന്, ഇ പോസ് മെഷീൻ തകരാറിലാണ്. റേഷൻ കടകളിൽ ഈ മാസം എല്ലാ ഗുണഭോക്താക്കൾക്കും നൽകാനുള്ള ഏതാണ്ട് 95 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് നൽകാനുള്ള ഭക്ഷ്യധാന്യങ്ങളില്ല. അതുമാത്രവുമല്ല, ഈ മാസം 27-ാം തീയതി മുതൽ 14,000-ഓളം വരുന്ന റേഷൻ കട വ്യാപാരികൾ അനിശ്ചിതകാലത്തേക്ക് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ റേഷൻ കട മേഖല അല്ലെങ്കിൽ റേഷൻ മേഖല കടന്നു പോകുന്നതിനിടയിലാണ് തുടർച്ചയായിട്ട് ഇ പോസ് പണിമുടക്കുന്നത്.